ഇന്ത്യൻ ഏവിയേഷൻ ഹിസ്റ്ററിയിലെ ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്നിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. വിമാനത്താവളങ്ങളിൽ എത്തുന്ന സാധാരണക്കാരായ യാത്രക്കാർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ വാക്കുകൾക്ക് അതീതമാണ്. രാജ്യത്തെ മുൻനിര വിമാന കമ്പനിയായ ഇൻഡിഗോയുടെ ആയിരക്കണക്കിന് വിമാനങ്ങൾ റദ്ദാക്കപ്പെട്ടതോടെ ലക്ഷക്കണക്കിന് യാത്രക്കാരാണ് വിമാനത്താവളങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ആരാണ് ഇതിന് ഉത്തരവാദി? കേവലം സാങ്കേതികമായ ഒരു തകരാറാണോ, അതോ നമ്മുടെ രാജ്യത്തെ കാർന്നു തിന്നുന്ന കുത്തകവൽക്കരണം എന്ന വലിയ വിപത്തിന്റെ സൂചനയാണോ ഇത്? 2025 ഡിസംബർ മാസം ആരംഭിച്ചതോടെ ഇന്ത്യയിലെ പ്രധാന വിമാനത്താവളങ്ങളായ ഡൽഹി, മുംബൈ, ബാംഗ്ലൂരു തുടങ്ങിയ ഇടങ്ങളിൽ കണ്ടത് അഭൂതപൂർവമായ തിരക്കും ബഹളവുമാണ്. വിമാനത്താവളങ്ങൾ ഒരു അന്താരാഷ്ട്ര യാത്രാ കേന്ദ്രം എന്നതിലുപരി തിരക്കേറിയ ഒരു ബസ് സ്റ്റാൻഡിനെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലേക്ക് മാറി. ആയിരക്കണക്കിന് ആളുകൾ, സ്ത്രീകൾ, കുട്ടികൾ, വയോജന രോഗികൾ ഉൾപ്പെടെയുള്ളവർ മണിക്കൂറുകളോളം ക്യൂ നിൽക്കേണ്ടി വരുന്നു. പലരും വിമാനത്താവളത്തിന്റെ തറയിൽ കിടന്നുറങ്ങുന്ന കാഴ്ചകൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു. പലർക്കും തങ്ങളുടെ ഫ്ലൈറ്റുകൾ 18 മുതൽ 20 മണിക്കൂർ വരെ വൈകുമെന്ന അറിയിപ്പാണ് ലഭിച്ചത്. നീണ്ട കാത്തിരിപ്പിനൊടുവിൽ വിമാനം റദ്ദാക്കിയെന്ന വിവരം ലഭിക്കുമ്പോൾ ഉണ്ടാകുന്ന രോഷവും സങ്കടവും ഊഹിക്കാവുന്നതേ ഉള്ളൂ. വിവാഹങ്ങളിൽ പങ്കെടുക്കാൻ പോകുന്നവർ, പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾ, ബിസിനസ് മീറ്റിംഗുകൾക്ക് പോകുന്നവർ, അവധിക്കാലം ആഘോഷിക്കാൻ പോകുന്ന കുടുംബങ്ങൾ, ഇങ്ങനെ എല്ലാവരുടെയും പ്ലാനുകൾ തകിടം മറിഞ്ഞു. ഡിസംബറിലെ ആദ്യ ദിവസങ്ങളിൽ മാത്രം ഇൻഡിഗോയുടെ 2000-ത്തിലധികം വിമാനങ്ങളാണ് റദ്ദാക്കപ്പെട്ടത്. ഇതോടെ മറ്റ് വിമാന കമ്പനികളുടെ ടിക്കറ്റ് നിരക്കുകൾ കുതിച്ചുയർന്നു. സാധാരണ നിരക്കിനേക്കാൾ 10 മുതൽ 20 മടങ്ങ് വരെയാണ് ടിക്കറ്റ് വില വർദ്ധിച്ചത്. ഉദാഹരണത്തിന് ഡൽഹിയിൽ നിന്ന് റാഞ്ചിയിലേക്കോ ഗുവാഹത്തിയിലേക്കോ പോകാനുള്ള ടിക്കറ്റ് നിരക്ക് ലണ്ടനിലേക്കുള്ള ടിക്കറ്റിനേക്കാൾ കൂടുതലായി മാറി. ഈ അവസരത്തിൽ സർക്കാർ ഇടപെട്ട് മറ്റ് എയർലൈനുകളോട് വില കൂട്ടരുതെന്ന് അഭ്യർത്ഥിക്കുകയും വില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തെങ്കിലും കാര്യമായ ഫലമുണ്ടായില്ല. എന്താണ് ഈ പ്രതിസന്ധിക്ക് കാരണം? ഈ പ്രതിസന്ധിക്ക് പിന്നിൽ പാകിസ്ഥാനോ ചൈനയോ അല്ല, മറിച്ച് ഇന്ത്യയിലെ വിമാന കമ്പനിയായ ഇൻഡിഗോയും അതിനെ നിയന്ത്രിക്കാൻ കഴിയാത്ത സർക്കാരും തന്നെയാണ്. ഈ പ്രശ്നത്തിന്റെ മൂല കാരണം മനസ്സിലാക്കാൻ 2024 ജനുവരിയിലേക്ക് പോകേണ്ടതുണ്ട്. വിമാന യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി 2024 ജനുവരിയിൽ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ DGCA പൈലറ്റുമാരുടെ ജോലി സമയത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിയിരുന്നു. ഇതിനെയാണ് FDTL അഥവാ ഫ്ലൈറ്റ് ഡ്യൂട്ടി ടൈം ലിമിറ്റേഷൻസ് നിയമങ്ങൾ എന്ന് വിളിക്കുന്നത്. പൈലറ്റുമാർക്ക് അമിത ജോലിഭാരം മൂലം ഉണ്ടാകുന്ന ക്ഷീണം, ഫറ്റീഗ് കുറയ്ക്കാനും അതുവഴി അപകടങ്ങൾ ഒഴിവാക്കാനുമാണ് ഈ നിയമങ്ങൾ കൊണ്ടുവന്നത്. പുതിയ നിയമങ്ങളിലെ പ്രധാന മാറ്റങ്ങൾ ഇനി പറയാം. പൈലറ്റുമാർക്ക് ആഴ്ചയിൽ ലഭിക്കേണ്ട നിർബന്ധിത വിശ്രമം 36 മണിക്കൂറിൽ നിന്ന് 48 മണിക്കൂറായി ഉയർത്തി. അതായത് ഒരാഴ്ചയിൽ 2 ദിവസമെങ്കിലും പൈലറ്റിന് പൂർണ്ണ വിശ്രമം നൽകണം. രാത്രി കാലങ്ങളിൽ, അതായത് രാത്രി 12 മുതൽ രാവിലെ 6 വരെ പൈലറ്റുമാർക്ക് ചെയ്യാവുന്ന ലാൻഡിങ്ങുകളുടെ എണ്ണം 6-ൽ നിന്ന് 2 ആക്കി കുറച്ചു. തുടർച്ചയായി രാത്രി ഡ്യൂട്ടി ചെയ്യുന്നതിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ഈ നിയമങ്ങൾ യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമായിരുന്നു. ക്ഷീണിതനായ ഒരു പൈലറ്റ് വിമാനം പറത്തുന്നത് വലിയ ദുരന്തങ്ങൾക്ക് വഴിവെച്ചേക്കാം എന്ന തിരിച്ചറിവാണ് ഇതിന് പിന്നിൽ. 2024 ജനുവരിയിൽ ഈ നിയമങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ എയർലൈനുകൾക്ക് ഇത് നടപ്പിലാക്കാൻ സമയം നൽകിയിരുന്നു. 2 ഘട്ടങ്ങളിലായാണ് ഇത് നടപ്പിലാക്കാൻ നിശ്ചയിച്ചിരുന്നത്. ആദ്യഘട്ടം 2025 ജൂലൈയിലും രണ്ടാം ഘട്ടം 2025 നവംബർ 1-നും നടപ്പിലാക്കണമെന്നായിരുന്നു നിർദ്ദേശം. അതായത് ഇൻഡിഗോ ഉൾപ്പെടെയുള്ള വിമാന കമ്പനികൾക്ക് തയ്യാറെടുക്കാൻ ഏകദേശം 2 വർഷത്തോളം സമയം ലഭിച്ചു. എന്നാൽ നവംബർ 1 എന്ന ഡെഡ്ലൈൻ എത്തിയപ്പോൾ ഇൻഡിഗോ വമ്പൻ പരാജയമായി മാറി. പുതിയ നിയമങ്ങൾ അനുസരിച്ച് സർവീസ് നടത്താൻ ആവശ്യമായത്ര പൈലറ്റുമാരെ നിയമിക്കാനോ നിലവിലുള്ളവരുടെ ഡ്യൂട്ടി സമയം ക്രമീകരിക്കാനോ ഇൻഡിഗോ തയ്യാറായില്ല. ലാഭം മാത്രം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഒരു ബിസിനസ് മോഡൽ പിന്തുടരുന്ന അവർ കൂടുതൽ പൈലറ്റുമാരെ നിയമിക്കുന്നത് അധിക ചെലവായി കണ്ടു. നവംബർ മാസം അവസാനത്തോടെ പൈലറ്റുമാരുടെ ക്ഷീണവും അതൃപ്തിയും വർദ്ധിച്ചു. പലരും സിക്ക് ലീവിൽ പ്രവേശിച്ചു. മുംബൈയിലും നാസിക്കിലും ജീവനക്കാർ പണിമുടക്കി. ഇതോടെ ഇൻഡിഗോയുടെ പ്രവർത്തനങ്ങൾ താളം തെറ്റി. ഒരു വിമാനം വൈകിയാൽ അത് തുടർന്നുള്ള എല്ലാ സർവീസുകളെയും ബാധിക്കുന്ന ചെയിൻ റിയാക്ഷൻ ആരംഭിച്ചു. ഇൻഡിഗോയുടെ വിമാനങ്ങൾ ഒരു ദിവസം തന്നെ പല സെക്ടറുകളിൽ പറക്കുന്നതിനാൽ ഒരിടത്തെ തടസ്സം രാജ്യമൊട്ടാകെ ബാധിച്ചു. ഇവിടെ ശ്രദ്ധേയമായ കാര്യം എയർ ഇന്ത്യ പോലുള്ള മറ്റ് വിമാന കമ്പനികൾ ഈ പ്രതിസന്ധിയെ ഒരു പരിധിവരെ അതിജീവിച്ചു എന്നതാണ്. എന്നാൽ രാജ്യത്തെ വിമാന സർവീസുകളുടെ 60% കൈകാര്യം ചെയ്യുന്ന ഇൻഡിഗോയുടെ തകർച്ച രാജ്യത്തെയാകെ സ്തംഭിപ്പിച്ചു. ഈ പ്രതിസന്ധി കേവലം ഒരു വിമാന കമ്പനിയുടെ മാനേജ്മെന്റ് പിഴവ് മാത്രമല്ല, മറിച്ച് ഇന്ത്യയിലെ പല മേഖലകളിലും വളർന്നു വരുന്ന കുത്തകവൽക്കരണത്തിന്റെ പ്രതിഫലനമാണ്. ഒരു രാജ്യം, ഒരു കമ്പനി എന്ന രീതിയിലേക്ക് നമ്മുടെ സമ്പദ് വ്യവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ്. 2005-ൽ രാഹുൽ ഭാട്ടിയയും രാകേഷ് ഗാംഗ്വാളും ചേർന്ന് സ്ഥാപിച്ച ഇൻഡിഗോ വളരെ വേഗത്തിലാണ് ഇന്ത്യൻ ആകാശത്ത് ആധിപത്യം സ്ഥാപിച്ചത്. ജെറ്റ് എയർവേസ്, കിങ്ഫിഷർ, സഹാറ, എയർ ഡെക്കാൻ തുടങ്ങിയ വമ്പന്മാർ തകർന്നു വീണപ്പോൾ ഇൻഡിഗോ പിടിച്ചുനിന്നു. കൃത്യസമയത്തുള്ള സർവീസുകളും കുറഞ്ഞ ചെലവും അവരെ ജനപ്രിയമാക്കി. എന്നാൽ കാലക്രമേണ ഇൻഡിഗോ ഒരു കുത്തകയായി വളർന്നു. ഇന്ന് ഇന്ത്യൻ ആകാശത്ത് പറക്കുന്ന വിമാനങ്ങളിൽ 60 തൊട്ട് 65% ഇൻഡിഗോയുടേതാണ്.
ടാറ്റയുടെ ഉടമസ്ഥതയിലുള്ള എയർ ഇന്ത്യ മാത്രമാണ് അവർക്ക് പിന്നാലെയുള്ളത്. സ്പൈസ് ജെറ്റ് പോലുള്ളവർ നിലനിൽപ്പിനായി പാടുപെടുന്നു. ഒരു വിപണിയിൽ ഒരു കമ്പനിക്ക് ഇത്രയധികം സ്വാധീനം ഉണ്ടാകുമ്പോൾ അവർക്ക് തോന്നുന്നത് പോലെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ കഴിയും. സർക്കാരിന് പോലും അവരെ തൊടാൻ ഭയമാകും. ഇൻഡിഗോയുടെ ഈ അവസ്ഥ ഒറ്റപ്പെട്ടതല്ല. ഇന്ത്യയിലെ മറ്റ് പല പ്രധാന വ്യവസായങ്ങളിലും സമാനമായ പ്രവണത കാണാം. ടെലികോം മേഖലയിൽ ജിയോ വരുന്നതിന് മുമ്പ് വോഡഫോൺ, ഐഡിയ, എയർടെൽ, ടാറ്റ ഡോകോമോ തുടങ്ങി നിരവധി ഓപ്ഷനുകൾ ഉപഭോക്താക്കൾക്ക് ഉണ്ടായിരുന്നു. ജിയോ സൗജന്യ സേവനങ്ങൾ നൽകി വിപണി പിടിച്ചടക്കിയതോടെ ചെറിയ കമ്പനികൾ പൂട്ടിപ്പോയി. ഇപ്പോൾ വിപണിയിൽ ഒന്നോ രണ്ടോ വലിയ പ്ലേയേഴ്സ് മാത്രം. അവർ നിരക്ക് കൂട്ടിയാൽ ഉപഭോക്താവിന് മറ്റു വഴിയില്ല. ഇനി സിമന്റ് മേഖലയിൽ അദാനി ഗ്രൂപ്പ്, ACC, അംബുജ സിമന്റ്സ് എന്നിവ ഏറ്റെടുത്തതോടെ സിമന്റ് വിപണിയിലും വലിയ മാറ്റങ്ങൾ വന്നു. ഇവിടെയും ഏതാനും വൻകിടക്കാർ വിപണി നിയന്ത്രിക്കുന്ന അവസ്ഥ വരുന്നു. ഇങ്ങനെ ഓരോ മേഖലയിലും ഒന്നോ രണ്ടോ കുത്തകകൾ മാത്രം നിലനിൽക്കുന്ന അവസ്ഥയാണുള്ളത്. ഡൂവോപോളി എന്നും മോണോപോളി എന്നും ഇതിനെ വിളിക്കുന്നു. ഇത് ഉപഭോക്താക്കൾക്ക് വലിയ ഭീഷണിയാണ്. ഇൻഡിഗോ പ്രതിസന്ധിയിൽ ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം സർക്കാരിന്റെ നിസ്സഹായാവസ്ഥയാണ്. 2000-ലധികം വിമാനങ്ങൾ റദ്ദാക്കി ജനങ്ങൾ വലഞ്ഞിട്ടും ഇൻഡിഗോയ്ക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ല. പകരം ഇൻഡിഗോയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി പുതിയ FDTL നിയമങ്ങളിൽ ഇളവ് നൽകാനാണ് DGCA തയ്യാറായത്. ഫെബ്രുവരി 10 വരെ പഴയ രീതിയിൽ തന്നെ പ്രവർത്തിക്കാൻ ഇൻഡിഗോയ്ക്ക് അനുമതി നൽകി. ഇത് കാണിക്കുന്നത് ഇൻഡിഗോ പോലുള്ള കോർപ്പറേറ്റുകൾ എത്രത്തോളം ശക്തരായിരിക്കുന്നു എന്നതാണ്. ടു ബിഗ് ടു ഫെയിൽ, തകരാൻ പാടില്ലാത്ത അത്ര വലുത് എന്ന അവസ്ഥയിലേക്ക് അവർ എത്തിയിരിക്കുന്നു. അവർ വീണാൽ രാജ്യം സ്തംഭിക്കും എന്നതിനാൽ അവരുടെ തെറ്റുകൾക്ക് നേരെ കണ്ണടയ്ക്കാൻ സർക്കാർ നിർബന്ധിതരാകുന്നു. കർഷകർ തങ്ങളുടെ അവകാശങ്ങൾക്കായി 1 വർഷത്തോളം സമരം ചെയ്യേണ്ടി വന്നപ്പോൾ ഇൻഡിഗോ വെറും 2 ദിവസത്തെ പ്രതിസന്ധി സൃഷ്ടിച്ച് തങ്ങൾക്ക് ആവശ്യമായ ഇളവുകൾ സർക്കാരിൽ നിന്ന് നേടിയെടുത്തു. പൈലറ്റുമാരുടെ ക്ഷീണം യാത്രക്കാരുടെ സുരക്ഷയെ ബാധിക്കും എന്നറിഞ്ഞിട്ടും കമ്പനിയുടെ ലാഭത്തിനും സൗകര്യത്തിനും വേണ്ടി സുരക്ഷാ നിയമങ്ങളിൽ വെള്ളം ചേർക്കാൻ അധികാരികൾ തയ്യാറായത് ഗുരുതരമായ വിഷയമാണ്. ആത്യന്തികമായി ഇതിന്റെ എല്ലാം ഭാരം ചുമക്കേണ്ടി വരുന്നത് സാധാരണക്കാരായ ഉപഭോക്താക്കളാണ്. വിപണിയിൽ മത്സരം കുറയുമ്പോൾ ഉപഭോക്താവിന് തിരഞ്ഞെടുക്കാനുള്ള അവസരം നഷ്ടപ്പെടുന്നു. ഇൻഡിഗോ മോശം സേവനം നൽകിയാലും ടിക്കറ്റ് നിരക്ക് കുത്തനെ കൂട്ടിയാലും മറ്റു മാർഗങ്ങളില്ലാത്തതിനാൽ ജനം അത് സഹിക്കാൻ നിർബന്ധിതരാകുന്നു. ഇപ്പോൾ വിമാനത്താവളങ്ങളിലെ യൂസർ ഡെവലപ്മെന്റ് ഫീ വർദ്ധിപ്പിക്കാനുള്ള നീക്കങ്ങളും നടക്കുന്നുണ്ട്. ഡൽഹിയിലും മുംബൈയിലും ഈ ഫീസ് 10 ഇരട്ടിയായി വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഇതെല്ലാം വിമാന ടിക്കറ്റ് നിരക്കിൽ പ്രതിഫലിക്കും. സാധാരണക്കാരന് വിമാനയാത്ര വീണ്ടും ഒരു സ്വപ്നമായി മാറും. ഈ ഇൻഡിഗോ പ്രതിസന്ധി വരാനിരിക്കുന്ന വലിയ അപകടങ്ങളുടെ ഒരു മുന്നറിയിപ്പ് മാത്രമാണ്. ടെലികോമിലും സിമന്റിലും വിമാനത്താവളങ്ങളിലും തുറമുഖങ്ങളിലും എല്ലാം കുത്തകകൾ പിടിമുറുക്കുമ്പോൾ സാധാരണ പൗരന്റെ വിലപേശൽ ശേഷി ഇല്ലാതാകുന്നു. ജനാധിപത്യത്തിൽ പൗരന്മാർക്കുള്ളതുപോലെ വിപണിയിൽ ഉപഭോക്താക്കൾക്കും തിരഞ്ഞെടുക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കണം. എന്നാൽ ഒരു രാജ്യം, ഒരു കമ്പനി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ നമ്മൾ പണമടച്ച് സേവനം നേടുന്ന വെറും അടിമകളായി മാറും. ഇൻഡിഗോയുടെ കാര്യത്തിൽ സംഭവിച്ചത് നാളെ മറ്റു മേഖലകളിലും സംഭവിക്കാം. ലാഭത്തിനു വേണ്ടി സുരക്ഷയും സേവനവും ബലി കഴിക്കുന്ന കോർപ്പറേറ്റ് സംസ്കാരവും അതിന് കൂട്ടുനിൽക്കുന്ന ഭരണകൂട സംവിധാനങ്ങളും തിരുത്തപ്പെട്ടില്ലെങ്കിൽ വരും കാലങ്ങളിൽ ഇതിലും വലിയ പ്രതിസന്ധികൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ഇൻഡിഗോ പ്രതിസന്ധി നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്: മത്സരം ഇല്ലാതാകുന്ന വിപണിയിൽ ഉപഭോക്താവ് തോൽക്കും, കുത്തകകൾ വിജയിക്കും. അത് തടയാൻ ശക്തമായ നിയമങ്ങളും വിട്ടുവീഴ്ചയില്ലാത്ത നടപടികളും അനിവാര്യമാണ്.